ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഗുരുവായൂർ ഏകാദശി വരികയാണല്ലോ. അപ്പോൾ ഏകാദശിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. ഇപ്രാവശ്യം ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. വൃശ്ചിക മാസത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഗുരുവായൂരിൽ ഏകദേശം 1 മാസത്തോളം നീളുന്ന പരിപാടികളൊക്കെയാണ്, അതുപോലെ വിളക്കുകളും ചടങ്ങുകളും ഒക്കെയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് അനുബന്ധിച്ചുള്ളത്. ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി സമർപ്പിച്ചതും ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. അർജുനന് ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിവസമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗീതാ ദിനം കൂടിയായിട്ട് ഇത് ആചരിക്കുന്നുണ്ട്. ഗുരുവായൂർ കേശവൻ ആന ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഭഗവാനിൽ വിലയം പ്രാപിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠവുമായ ഒരു ദിവസമാണ് വൃശ്ചിക മാസത്തിൽ വരുന്ന ഈ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി ദിവസം. പിന്നീട് ഈ ഏകാദശിയുടെ വ്രതരീതികൾ എങ്ങനെയാണെന്ന് പലർക്കും സംശയമുണ്ട്. എല്ലാ ഏകാദശി വ്രതം പോലെ തന്നെ 3 ദിവസത്തെ വ്രതമായിട്ടാണ് ഇത് ആചരിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസവും നമ്മൾ വ്രതമായിട്ടിരിക്കണം. ഇതിൽ ദശമി ദിവസം ഒരിക്കലൂണ് മാത്രമേ പാടുള്ളൂ. രാവിലെയും വൈകിട്ടും ഗോതമ്പോ അതേപോലെ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാം. ഏകാദശിയുടെ അന്ന് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. അതേപോലെ ഭഗവാന്റെ അംശാവതാരമുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും മതി. അവിടെ ചെന്ന് തുളസിമാലയൊക്കെ നമ്മൾ സമർപ്പിച്ച് അതുപോലെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. തുളസി ഇല ദശമി ദിവസം തന്നെ പറിച്ചു വയ്ക്കണം. ഏകാദശിയുടെ അന്ന് നമ്മൾ തുളസി പറിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഏകാദശി വ്രതം 3 രീതിയിലെടുക്കാം: നിർജ്ജലം, സജലം, സഫലം. നിർജ്ജല ഏകാദശിയായിട്ട് ഇതെടുക്കാറുണ്ട്. വെള്ളം പോലും കുടിക്കാതെ ആൾക്കാർ എടുക്കാറുണ്ട്. അതുപോലെ ജലം മാത്രം, സജലം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കുടിച്ച് എടുക്കാവുന്ന ഒരു വ്രതം, അങ്ങനെ എടുക്കും. അതുപോലെ സഫലം, ഫലങ്ങൾ മാത്രം കഴിച്ചും എടുക്കാം. ഇതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കുക. നിർജ്ജല ഏകാദശി എടുക്കാൻ ആരോഗ്യമുള്ളവർക്ക് ഏറ്റവും നല്ലത് അതാണ്. വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നവരുണ്ട്, അതുപോലെ വെള്ളം മാത്രം കുടിച്ചെടുക്കുന്നവരുമുണ്ട്. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലവിധ അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഠിനമായിട്ടുള്ള വ്രതമൊക്കെ എടുത്ത് തലകറങ്ങിയൊന്നും വീഴാതെ അവരവർക്ക് താല്പര്യമുള്ള രീതികൾ ഏത് വ്രതം എങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള വ്രതം എടുക്കുക. അതുപോലെ ഫലങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും എടുക്കുന്നവരുണ്ട്. ഇതിൽ അരി, ഗോതമ്പ്, അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല. പണ്ടൊക്കെ അമ്മമാർ ഗോതമ്പ് കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. അതുപോലെ കപ്പ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ അതൊക്കെ നമുക്ക് പുഴുങ്ങി കഴിക്കാവുന്നതാണ്. അത് വയസ്സായവർക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇപ്പോൾ വിശപ്പ് അത്രയ്ക്കങ്ങ് കഠിനമായി വ്രതം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേരം അങ്ങനെ എന്തെങ്കിലും പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണ രീതികൾ. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം ഉപവാസം ഇരിക്കുക എന്നുള്ളത് പറയുന്നത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനോടൊപ്പം ഇരിക്കുക എന്നാണ് അർത്ഥം. ഉപവാസം എടുക്കുന്നവർ ഭഗവാന്റെ അടുത്ത് തന്നെ ഇരുന്ന് നാമങ്ങളൊക്കെ ചൊല്ലി ഇരിക്കണമെന്നാണ്. അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. രാവിലെ എത്ര ആയാലും നമുക്ക് ഭഗവാന്റെ എത്രത്തോളം നാമങ്ങളുണ്ടോ അതെല്ലാം ചൊല്ലുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ അറിയാമെങ്കിൽ അത് ചെല്ലുക. തീർച്ചയായിട്ടും അത് ചൊല്ലിയിരിക്കണം. ഇല്ല വിഷ്ണു സഹസ്രനാമം അറിഞ്ഞുകൂടെങ്കിൽ അത് ചൊല്ലുന്നവരുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക. ഭഗവാന്റെ എത്രത്തോളം നാമങ്ങളുണ്ട് അതെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഉപവസിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. അതിന് ഒരുപാട് ആഹാരം ആഹാരം കഴിക്കാതെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നാമം ചെല്ലാമോ അത്രത്തോളം നാമം ചെല്ലുക. പിന്നീട് അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലിയിരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയോ ഭാഗവതം വായിക്കുകയോ ഭഗവത്ഗീത വായിക്കുകയോ അങ്ങനെ എല്ലാം ചൊല്ലിയിരിക്കുക. പിന്നീട് ഹരിവാസര സമയം എന്നൊരു സമയമുണ്ട് ഏകാദശിക്ക്. അത് 12 മണിക്കൂറാണ്. ഇപ്രാവശ്യം ഉച്ചയ്ക്ക് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ആ സമയം. ആ സമയത്ത് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഭഗവാന്റെ നാമങ്ങൾ മാത്രം ചൊല്ലിയിരിക്കണമെന്നാണ് നിയമം. അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യണം. ആ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ പകലുറക്കം പാടില്ല. രാത്രിയിൽ ഉറങ്ങാതിരിക്കണമെന്നാണ്. അത് അവരവരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ ഉറങ്ങാതിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതൊക്കെ ഭഗവാൻ ക്ഷമിക്കുമെന്ന് കരുതി നമ്മൾ ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ പാരണ വീട്ടുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ പാരണ വീട്ടിരിക്കണം. അത് നിയമമാണ്. ഇപ്രാവശ്യം 2-ാം തീയതി രാവിലെ 6:05-നും 9:15-നും ഇടയ്ക്കാണ് പാരണ വീട്ടേണ്ടത്. പാരണ വീട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം തുളസി ഇലയും അല്പം അരിയോ മലരോ അവിലോ എന്തെങ്കിലും അരിയുടെ എന്തെങ്കിലും വായിലിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. അത് അങ്ങനെ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയി തിരുമേനിയിൽ നിന്ന് തീർത്ഥം വാങ്ങി കുടിച്ചായാലും നമുക്ക് തുളസിയിലയിട്ട വെള്ളം കുടിച്ച് പാരണ വീട്ടാവുന്നതാണ്. അതിൻ്റെ കൂടെ അരി എന്തെങ്കിലും അത് കഴിക്കുമ്പോൾ അത് പാരണ വീട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മളൊക്കെ ഏകാദശി വ്രതം എടുക്കുന്നത്. എല്ലാ മാസത്തിലും 2 ഏകാദശി വരും. അതിൽ അങ്ങനെ നോറ്റ് വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ വർഷത്തിൽ വരുന്ന ഈ ഗുരുവായൂർ ഏകാദശി എടുക്കണം. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏകാദശി വ്രതമാണ്, അതെടുക്കണം. അതുപോലെ ഇനിയിപ്പോൾ ധനുമാസത്തിൽ സ്വർഗവാതിൽ ഏകാദശി ഉണ്ട്. അതും വളരെ പ്രാധാന്യമുള്ള വ്രതമാണ്. ഇങ്ങനെയാണ് സാധാരണ ഏകാദശി വ്രതം എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ്. വർഷത്തിലൊരിക്കൽ വരുന്ന വ്രതമാണല്ലോ, അതുകൊണ്ട് എല്ലാവരും അത് എടുക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം നമ്മളിപ്പം എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു ദിവസം വയറിനൊക്കെ നമ്മളൊരു റെസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ വെള്ളം മാത്രം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ പോകുന്നതിനും വയറിനൊക്കെ ഒരു ദഹനക്രിയകൾക്കൊക്കെ ഒരു ആയാസം കിട്ടുന്നതിനുമൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ് വ്രതം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രീയ വശം കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭഗവത് പ്രീതി ലഭിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് ഗുരുവായൂർ ഏകാദശി. അതുപോലെ എല്ലാ വ്രതങ്ങളും ഗുരുവായൂർ ഏകാദശി കുറച്ചുകൂടെ നമുക്ക് ഭഗവാന്റെ ആ ഒരു നാമമൊക്കെ ചൊല്ലിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം നല്ലതാണ് ഈ വ്രതം എടുക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ ഇങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കാൻ അറിഞ്ഞുകൂടാന്ന് കരുതി മാറിയിരിക്കേണ്ട. അത് ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. വെള്ളം എന്തായാലും ദാഹിക്കുമ്പോൾ നമ്മൾ കുടിക്കുമല്ലോ, അങ്ങനെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം. ചിലർ ജ്യൂസ് മാത്രം കുടിച്ചെടുക്കുന്ന കാണാം, ദാഹിക്കുമ്പോൾ ജ്യൂസൊക്കെ കുടിക്കുന്ന കാണാം. ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചെടുക്കാം. അതുപോലെ തീരെ സുഖമില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എടുക്കാം. എന്നാലും വേറെ ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നീട് മെൻസസ് ആയാൽ ഈ വ്രതം എടുക്കാൻ പറ്റുമോ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെൻസസ് ആയാലും വ്രതം എടുക്കാം, പക്ഷേ വിളക്ക് കത്തിക്കുകയോ അമ്പലത്തിൽ പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കുളിച്ചിട്ട് നമ്മൾ നാമമൊക്കെ ചൊല്ലിയിരിക്കാം. പിന്നെ മന്ത്രങ്ങളും അങ്ങനത്തെ ഒന്നും ചെല്ലാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ നാമം ചൊല്ലിയിരിക്കാം. അതുപോലെ നാരായണ ചെല്ലുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ മെൻസസ് ആയാലും വ്രതം എടുക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതൊക്കെ അവരവരുടെ മനസ്സിൻ്റെ സന്തോഷവും അതുപോലെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലാത്തവർ തീർച്ചയായിട്ടും ഈ വ്രതം എടുക്കാൻ ശ്രമിക്കുക. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാൻ കിട്ടുന്നത് തന്നെ ഒരു മഹാപുണ്യമായിട്ടാണ് കരുതേണ്ടത്. അങ്ങനെ എല്ലാവരും ഈ വ്രതം എടുക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മൾ അടുത്ത വർഷം വരുമ്പോഴും നമുക്ക് ഈ വ്രതം എടുക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഗുരുവായൂർ ഏകാദശി, പക്ഷേ ഗുരുവായൂരിലാണെങ്കിൽ എല്ലാവർക്കും ഗോതമ്പ് ചോറ് കൊടുക്കാമെന്ന് കാണാം. പക്ഷേ അത് വ്രതമുള്ളവർ കഴിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ വരുന്ന ബാക്കി ഭക്തജനങ്ങളൊക്കെ കഴിക്കുന്നത് ഉണ്ട്. ഗുരുവായൂരിൽ അന്ന് ഗോതമ്പ് ചോറ് മാത്രമാണ് കൊടുക്കുന്നത്. ഗോതമ്പ് ചോറും അതുപോലെ അതിന് എന്തോ കറികളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം ഗോതമ്പ് മാത്രം കഴിച്ചെടുക്കുന്നവർ ആ വ്രതം കഴിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഭഗവാന്റെ പ്രസാദമായി കരുതി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ച് ഇതുവരെ ആരും അങ്ങനെ ഏകാദശിക്ക് അരിയാഹാരമോ ഗോതമ്പോ ഒന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭഗവത് പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്.
അങ്ങനെ ഗുരുവായൂർ ഏകാദശി വ്രതം കഴിയുന്നിടത്തോളം എല്ലാവരും എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും എടുക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് പറയാൻ. പിന്നെ ഗുരുവായൂർ പോയി അവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാൻ ഭാഗ്യമുള്ളവർക്ക് അത് പോയി കാണുക. അതുപോലെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കാണാനും അതുപോലെ തന്നെ നാമമൊക്കെ ചൊല്ലി അവിടെ തന്നെ ഇരിക്കാനും ഒക്കെ കഴിയുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അവസരം പാഴാക്കാതെ പോകാൻ കഴിയുന്നവർക്ക് പോയി ഗുരുവായൂരിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം പോകുന്നില്ല. ഇപ്രാവശ്യം വേറെ പല കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഗുരുവായൂർ. അന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാല് അത് കുത്തിയാൽ തന്നെ ഏറ്റവും മഹാഭാഗ്യമായിട്ടാണ് അത് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രയ്ക്ക് നല്ലൊരു എനർജിയാണ് നമുക്ക് ഗുരുവായൂർ എത്തുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഗുരുവായൂർ പോകാൻ കഴിയുകയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അടുത്തുള്ള ക്ഷേത്രത്തിലും പോയി നമുക്കിങ്ങനെ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വർഷം ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ മറുപടി പറയുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.